കാത്തിരിക്കൂ, നമ്മിൽ പൂത്ത പൂക്കളോടൊത്തിരിക്കൂ. ഓർത്തിരിക്കാം ഞാനും കാത്തിരിക്കാം, നമ്മിൽ പൂത്ത പൂക്കളോടൊത്തിരിക്കാം. ഈ പ്രൊജക്റ്റ് കഴിയുമ്പോഴേക്കും 1.5 വർഷം എടുക്കും. അതോടെ ഞാനിത് മതിയാക്കി നാട്ടിൽ പോയി സെറ്റിലാവും. നീ ഇത് 5 വർഷമായിട്ട് പറയണത്. നമുക്കൊന്നും ഉത്തരവാദിത്വം ചെലവ് കഴിഞ്ഞ് നേരം ഉണ്ടാവില്ല രഘുവേ. അല്ല, ഇത് ഞാൻ സീരിയസ് ആയിട്ടാ. ഈ പൊടിയും കാറ്റും ചുട്ടുപൊള്ളുന്ന വെയിലും കൊണ്ട് ഒരു ജീവച്ചവായിട്ട് നാട്ടിൽ പോയിട്ട് എന്തിനാ? എന്താ രണ്ടുപേരും ഭയങ്കര ചർച്ചയിലാണല്ലോ. ഇന്നും നാട്ടിപ്പോക്ക് തന്നെയായിരിക്കും വിഷയമല്ലേ? എന്തടോ ഇന്ന് ഉച്ചയ്ക്ക് 4 കുപ്പൂസുമായിരുന്നോ? അതൊന്നുമല്ല അച്ചായ, കവറോള് കീറിയതാ. ഓ അത് ശരി. ഞാൻ കരുതി രഘു ഒന്ന് വേഗാവട്ടെ, ഇന്ന് ചെയ്തു തീർക്കാനുള്ളതല്ലേ. അച്ചായ നാട്ടിൽ നിന്നാണ്. ഒരു മിനിറ്റ്. ഹലോ, രഘു അവിടെ നിൽക്ക്. ഇവൻ ഇത് എവിടെ പോവാണോ? ഇവനിപ്പൊ ഇത് ആരാ വിളിച്ചേ? വർഷം 7 കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. ഇതിനിടയിൽ എത്ര കാലം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായത്? 2 കുട്ടികളെ അല്ലാതെ വേറെ എന്താ നിങ്ങൾ എനിക്ക് തന്നത്? എനിക്ക് നിങ്ങളോടൊത്ത് കഴിയാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? സാഹചര്യങ്ങളല്ലേ നമ്മള്. സാഹചര്യങ്ങൾ. ഞാനിവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. ഓ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കോരി അയക്കല്ലേ? മടുത്തു നിങ്ങളോടൊത്തുള്ള ജീവിതം. പുരുഷനാണത്രേ, ഒരു പുരുഷൻ. പെണ്ണായി ഞാൻ കാണിച്ചു തരാം എന്താ വേണ്ടതെന്ന്. ആ മോളെ, ഇത് അബുദാബിന്ന് ജോണി അങ്കിളാ. അവിടുന്ന് ആരെങ്കിലും ഇപ്പൊ അച്ഛന്റെ മൊബൈലിലേക്ക് വിളിച്ചിരുന്നോ? ഞാൻ അങ്കിളെ വിളിച്ചത്. അങ്കിളെ ഇന്ന് നമുക്ക് അമ്മയോടെ കാണാനില്ല. ഇവിടുന്ന് ആരും അച്ഛനെ അറിയിക്കുന്നുണ്ടോ അങ്കിളെ ഞാൻ വിളിച്ചത്? അമ്മ എവിടെ പോയി മോളെ? അതില്ല അങ്കിളെ, ഞങ്ങൾക്ക് അച്ഛനെ മതി. അച്ഛനൊന്നും വളർത്തരുത്, എനിക്ക് പേടിയാന്നു. അച്ഛനൊന്നും വളർത്തരുത്. കാത്തിരിക്കൂ, നമ്മിൽ പൂത്ത പൂക്കളോടൊത്തിരിക്കൂ. ഓർത്തിരിക്കാം ഞാനും കാത്തിരിക്കാം, നമ്മിൽ പൂത്ത പൂക്കളോടൊത്തിരിക്കാം.